നമസ്കാരം. നമസ്കാരം. US കോൺഗ്രസ് അംഗമായ റൈലി മൂർ വല്ലാത്ത അങ്കലാപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ഡയറക്റ്റ് അറ്റാക്കാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു, US-ഉമായുള്ള സകല ബന്ധങ്ങളും തകർത്തെറിയും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. എന്താണ് ഈ അങ്കലാപ്പിൻ്റെ പിന്നിൽ? അത് കട പൂട്ടിപ്പോവും, കച്ചവടം പൂട്ടിപ്പോവും, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് ഈ FCRA അമെൻമെൻറ്റ് ബില്ല് പൊതുവെ നമ്മളെല്ലാവരും ഈ ബില്ലിനെ സമീപിക്കുന്നത് വിദേശ പണം വരുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കൃത്യമായ സോഴ്സ് അറിയാനും അതിവിടെ എങ്ങനെ ചെലവഴിക്കുന്നു എന്നറിയാനും വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് എന്നാണ്. ശരിയാണ്, അത് വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പണം വരാം. നിങ്ങളുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ലോകത്ത് ആര് സംഭാവന ചെയ്താലും അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് കറുത്ത പണവും വാങ്ങാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് അത് എവിടെ നിന്ന് ആര് തരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. രണ്ട്, അതിവിടെ എങ്ങനെ ചെലവഴിക്കുന്നു, അത് ഇത്രയും കാലം ഇതൊന്നും അക്കൗണ്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ പണം എന്തിന് ചെലവഴിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു, എത്ര വർഷം കൊണ്ട് ചെലവഴിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നു, ഇതെല്ലാം ഇനി അഡ്മിനിസ്ട്രേഷനിൽ എത്ര ചെലവഴിക്കുന്നു, ഭൂമി വാങ്ങാൻ എത്ര ചെലവഴിക്കുന്നു, കെട്ടിടം നിർമ്മിക്കാൻ എത്ര ചെലവഴിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വാഹനം വാങ്ങാൻ എല്ലാ കാര്യങ്ങളും ഇനി അക്കൗണ്ടബിൾ ആണ്. എന്ന് വെച്ചാൽ അത് ഓഡിറ്റ് ചെയ്യും. അതും അവർക്ക് പ്രശ്നമല്ല. ഇതൊന്നും അല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇവർ സ്വമേധയാ ഉപേക്ഷിക്കുകയോ, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കാലാവധി കഴിഞ്ഞിട്ട് ഇത് പുതുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ നോംസിനെ വെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതാണ് FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുന്നത്. ചിലരങ്ങനെയല്ല, സ്വമേധയാ എനിക്കിനി വേണ്ട, ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് നിർത്താം. ചിലരങ്ങനെയല്ല, കാലാവധി കഴിഞ്ഞിട്ട് ഇത് പുതുക്കാൻ പറ്റില്ല, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് പുതുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ അത് ആരാധനാലയങ്ങളാണെങ്കിൽ പോലും, അതായത് ഒരു പള്ളി നിലനിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്, ആ പള്ളി ഉൾപ്പെടെയുള്ള ഈ സ്വത്തുക്കളെല്ലാം സർക്കാരിലേക്ക് പോകുന്നതല്ല, സർക്കാർ നിശ്ചയിക്കുന്ന ഒരു അതോറിറ്റിക്ക് ഇത് ഏറ്റെടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവര് നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഈ പള്ളിയും പട്ടക്കാരും ഇതിനെ സംബന്ധിക്കുന്ന സ്വത്തുക്കളും എല്ലാം ഇവിടെ രജിസ്ട്രേഷൻ ഇവിടെ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ അങ്ങ് റോമാണ്, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സമൂഹമാണ്. ഇപ്പൊ പെന്തക്കോസ്ത് സഭകളുടെ ആണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ കടിഞ്ഞാണ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ ബില്ല് വരുന്നതോടുകൂടി ഇതിനൊരു വലിയ, ഈ വിദേശത്തുനിന്നുള്ള ഒരു ചങ്ങലയിട്ടുള്ള പിടുത്തമുണ്ടല്ലോ, കടിഞ്ഞാണുണ്ടല്ലോ, അതിനെ അങ്ങ് പൊട്ടിച്ചെറിയുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാം, നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനം നിർത്തുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ സ്വത്തുക്കൾ മുഴുവനും നിങ്ങൾക്ക് വിറ്റ് കാശാക്കി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിവിടെ സർക്കാർ അത് ഏറ്റെടുക്കും, ഒരു അതോറിറ്റി ഉണ്ടാകും, ആ അതോറിറ്റി അത് ഏറ്റെടുക്കും, വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി അതിൽ ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരാധനാലയങ്ങളെ അതേപടി നിലനിർത്തും. അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ, അതിൻ്റെ സ്വത്വം നഷ്ടപ്പെടാതെ സർക്കാർ അത് നിലനിർത്തും. സ്വത്തുക്കളെല്ലാം അങ്ങനെ തന്നെ അതോറിറ്റി, ഇപ്പം നമ്മൾ വഖഫ് ബോർഡ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ, വഖഫ് ബോർഡ് അല്ല ഇത്, വഖഫ് ബോർഡിൽ നിന്ന് വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുപോലൊരു അതോറിറ്റി ഇപ്പോൾ സർക്കാർ രൂപീകരിക്കുകയാണ്. അപ്പോൾ കാലക്രമേണ ഇവരുടെ ഭയം നമ്മുടെ നാട്ടിലെ ഈ എല്ലാ പള്ളികളുടെയും, ഈ ക്രിസ്ത്യൻ ആരാധനാ സംവിധാനങ്ങളുടെയും, ക്രിസ്തീയ സഭകളുടെയും, പെന്തക്കോസ്ത് ഉൾപ്പെടെയുള്ള സഭകളുടെയും എല്ലാം ഈ സാമ്പത്തിക സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ഒക്കെ നിയന്ത്രണം ഈ അതോറിറ്റിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇവരുടെ ഭയം. ഭാവിയിൽ അങ്ങനെ സംഭവിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അല്ല എന്തും ആകട്ടെ, ചാരിറ്റിയോ നോൺ ചാരിറ്റിയോ ആകട്ടെ, പക്ഷേ ഇത് അവർക്കറിയാം ആത്യന്തികമായിട്ട് ഇത് ഒരു വെല്ലുവിളിയാണ്. നമുക്ക് പഴയതുപോലെ കച്ചവടം നടത്താൻ പറ്റില്ല, മതപരിവർത്തനം ഇതിൻ്റെ മറവിൽ നടത്താൻ സാധിക്കില്ല എന്നവർക്ക് വളരെ കൃത്യമായിട്ടറിയാം. അതാണ് ഈ അമേരിക്കയിലെ അതിതീവ്ര മതചിന്തയുള്ള ജനപ്രതിനിധികൾ, ഈ US സെനറ്റ് അംഗം ഇപ്പോൾ റൈലി മൂറിനെ പോലെയുള്ളവർ, റൈലി മൂർ മാത്രമല്ല മറ്റു പലരും രംഗത്ത് വന്നിട്ടുണ്ട്.
അപ്പൊ ഇവരെല്ലാം ഭീഷണിപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഇത് ഇൻഡോ അമേരിക്കൻ ബന്ധത്തെ ബാധിക്കും. മാർക്കോ റൂബിയോ ആണല്ലോ. മാർക്കോ റൂബിയോ ഉൾപ്പെടെ. അല്ല, അയാൾ ഇവിടെ വന്ന് പോയിട്ട് കൽക്കട്ടയിൽ ചെന്നിട്ട് മറ്റേ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആൾക്കാരെ അല്ലേ ആദ്യം കണ്ടത്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഈ എക്സ്ട്രീം അതിതീവ്ര ചിന്താഗതിയുള്ള മതചിന്താഗതിയുള്ള പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഒരു ബാപ്റ്റിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഇതിനെ എതിർക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അവർക്ക് ഒന്ന് മതപരിവർത്തനം എന്ന കച്ചവടം പൂട്ടിപ്പോകും, രണ്ട് ഇതിൻ്റെ മറവിൽ വേറെ ഒരു തരികിടയും കാണിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ആൾക്കാർ ഉണ്ടുറങ്ങി തിന്ന് സുഖിച്ച് ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുന്ന പണം കൊണ്ടാണ്. ഇവിടെ ആശുപത്രി തുടങ്ങിയാലും പള്ളിക്കൂടം തുടങ്ങിയാലും എന്തു തുടങ്ങിയാലും അതിൻ്റെ എല്ലാം പിന്നിൽ ഈ വിദേശ ഫണ്ടിങ് ഒരു ഭാഗമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി പഴയതുപോലെയല്ല, ചോദിക്കാനും പറയാനും ആളുണ്ട്. ഈ അക്കൗണ്ടബിലിറ്റി അതിന് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ കൂടാതെയാണ് ഈ അതോറിറ്റി കൂടെ രൂപീകരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഈ ഗതികെട്ട് തലമുട്ടയടിച്ചപ്പം പെയ്യുന്നതൊക്കെ കല്ലുമഴ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ആയി ഇവരുടെ അവസ്ഥ. ഇതാണ് അവർ പ്രധാനമായിട്ടും ഇതിനെ എതിർക്കാനുള്ള കാരണം. മറ്റൊന്നുകൂടി, ഈ ഗ്ലോബൽ സർവൈലൻസും ഇപ്പൊ US നടത്തുന്ന ഒരു ഗ്ലോബൽ സർവൈലൻസിന്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവരാണല്ലോ. അപ്പൊ അതും കൂടി മുടങ്ങുന്നതും ഇവർക്കൊരു അങ്കലാപ്പ് വരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറയുന്നത് അവരുടെ മൊത്തത്തിലുള്ള നെറ്റ്വർക്ക്. ഇപ്പോൾ ഞാനൊരു സംശയം തിരിച്ചു ചോദിക്കട്ടെ. ഒരു കാലത്ത് സിറിയ എന്തായിരുന്നു? വളരെ സമ്പന്നമായിരുന്നു. ലെബനൻ എന്തായിരുന്നു? ഇവരെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു അല്ലേ? ഇന്നോ ഇസ്ലാമിക്. അപ്പോൾ ഈ അവിടെ എല്ലാം വന്ന ക്രിസ്ത്യാനിറ്റി തദ്ദേശീയരായ ആൾക്കാരെ എല്ലാം മതം മാറ്റി അവിടെ ക്രിസ്തുമതം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കാലം കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഇസ്ലാമിക അധിനിവേശം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ സിറിയയിൽ ക്രിസ്ത്യാനികൾക്ക് മരുന്നിന് പോലും അവിടെ നിലനിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ എല്ലാം ഒരു തനതായ സംസ്കാരം ഉണ്ടായിരുന്നു. പഴയ മൊസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ മായൻ സംസ്കാരത്തിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളാണ് ഇവരെല്ലാം. പക്ഷേ ഇന്ന് ആ സംസ്കാരമൊക്കെ എവിടെ പോയി? അതിനെ തുടച്ചു നീക്കിക്കൊണ്ടാണ് പതുക്കെ ക്രിസ്ത്യാനിറ്റി അവിടെ പിടിമുറുക്കിയത്. എന്നിട്ട് അതൊരു അവിടെ ഉണ്ടായിരുന്ന ഗോത്ര ആചാരങ്ങളെയും ഗോത്ര സംസ്കാരത്തെയും സമ്പൂർണമായിട്ടും നിഷ്കാസനം ചെയ്തുകൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് അവിടെയെല്ലാം ക്രിസ്ത്യൻ അധിനിവേശം ഉണ്ടായി. അത് ബൈബിളായി അവരുടെ അടിസ്ഥാന ഗ്രന്ഥം, പ്രാമാണിക ഗ്രന്ഥം. അങ്ങനെ വന്ന അവർ പിന്നീട് എന്താ സംഭവിച്ചത്? കാലം കുറേ കഴിഞ്ഞപ്പം നമ്മൾ കാണുന്നത് അവിടുന്ന് ക്രിസ്ത്യാനിറ്റി പിന്നെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. അവിടേക്ക് വലിയ രീതിയിൽ ഇസ്ലാമിക അധിനിവേശം ഉണ്ടാകുന്നു. ഇപ്പോൾ യൂറോപ്പിനെ ബാധിച്ചിരിക്കുന്നത് പോലെ യൂറോപ്പിന് ഇന്നത്തെ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ഒരു വലിയ ഇതായിട്ട് നിൽക്കുന്നെങ്കിൽ അതിന് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. നാളെ ആ യൂറോപ്പ് സമ്പൂർണ്ണമായിട്ടും ഇസ്ലാമികവൽക്കരിക്കപ്പെടും എന്നുള്ളത് അത് ചരിത്രത്തിൽ നമ്മളിതിന് മുമ്പ് കണ്ടതാണ്. അപ്പം അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ വേറെ. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും പറയുമ്പോൾ അമേരിക്കയുടെ കാര്യവും അമേരിക്കയിൽ ഈ വെല്ലുവിളി നേരിടുന്നുണ്ട്. അമേരിക്കയിൽ വലിയ തോതിൽ. പക്ഷേ യൂറോപ്പ് അനുവദിച്ചത്രയും തന്നെ ഒരു അവകാശങ്ങൾ അവിടെ അനുവദിക്കപ്പെടാത്തത് കൊണ്ട് അതൊക്കെ അനുവദിക്കാൻ അവർക്ക് അനുവദിപ്പിച്ചെടുക്കാൻ അവർക്ക് പ്രത്യേകം എടുക്കുന്നുണ്ട്. നമ്മൾ ന്യൂയോർക്കിലെ കഥ പറയണ്ടല്ലോ. അവിടെ മംദാനി വന്നിട്ട് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് എല്ലായിടത്തും ഈ പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷം കാലങ്ങളായിട്ട് ഈ മാർക്സിസം എന്ന് പറയുന്ന ഒരു സാധനം, കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ലോകത്ത് ആവിർഭവിച്ചതിന് ശേഷം അവരെല്ലായിടത്തും ഈ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അവർക്ക് ശക്തിയില്ലാത്ത സ്ഥലത്ത് അവർ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ നിൽക്കും, അവർക്ക് ശക്തിയുള്ള സ്ഥലത്ത് ഇസ്ലാമിസ്റ്റുകൾ അവരുടെ കൂടെ നിൽക്കും. ഈ രണ്ടിടത്തും കാലക്രമേണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ ഇവരെ വിഴുങ്ങും. ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ വ്യക്തമായിട്ടത് കാണാൻ കഴിയും. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ക്രിസ്ത്യാനിറ്റിയെ പതുക്കെ ചരിത്ര താളുകളിലേക്ക് ഒതുക്കിക്കൊണ്ട് അവിടെയെല്ലാം ഇസ്ലാമിക അധിനിവേശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് ഇത് അവിടുന്ന് യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഏഷ്യയിലേക്ക് വന്ന് ഇതിങ്ങനെ ഇന്ത്യയിലേക്ക് കടക്കാൻ അവർക്ക് ഇന്ത്യയും പിന്നെ ഒരു പരിധി വരെ ചൈനയും
ഈ ബുദ്ധമതം നിലനിന്നത് കൊണ്ടായിരിക്കാം ചൈനയിലും അത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കിഴക്കൻ പ്രവിശ്യകളിലേക്ക് അല്ലെങ്കിൽ ഈ കിഴക്കൻ രാഷ്ട്രങ്ങളിലേക്ക് അവർക്ക് കടന്നു കയറാൻ സാധിച്ചില്ല. ഭാഷം ദ മോസ്റ്റ് കണ്ടിന്യൂസ് കൾച്ചർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും തുടർച്ചയായിട്ട് വന്ന സംസ്കാരം. അതെ. അപ്പോൾ അവിടെ ഒരു തടസ്സം അവർക്ക് നേരിട്ടു. അത് ഇവർക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ ഇതിന് മാത്രമല്ല, ഇസ്ലാമിക് ഈ ഇൻവേഷനും അവിടെ തടയപ്പെട്ടു, ഇസ്ലാമിക അധിനിവേശവും അവിടെ തടയപ്പെട്ടു. ഇത് നമ്മൾ ഒരു 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 പ്രത്യേക പ്രതിഭാസമായിട്ട് നിൽക്കുകയാണ് ഈ ഇന്ത്യ തുടങ്ങിയ അല്ലെങ്കിൽ ഭാരതം തുടങ്ങിയ ഈ ഭൂവിഭാഗം. അപ്പം അവിടെയാണ് അവർ ഈ തന്ത്രപരമായിട്ട് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച്, സാങ്കേതിക വിദ്യയല്ല, ആധുനിക സങ്കേതങ്ങളിലൂടെ ഇതിനകത്ത് കടന്നു കയറാൻ, നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. അതിന് അവർ കാലങ്ങളായിട്ട് ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്ന ഒരു പദ്ധതി ആണ് പല പല പ്രോജക്റ്റുകൾ. നമ്മൾ കേട്ടിട്ടുണ്ട്, ജോഷുവ പ്രോജക്റ്റ് പോലെയുള്ള പ്രോജക്റ്റുകൾ അവർ കൊണ്ടുവന്നതിന് കനത്ത തിരിച്ചടിയാണ് സത്യത്തിൽ ഈ FCRA അമെൻമെൻറ്റ് ബില്ലിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അതിതീവ്ര നിലപാടുള്ള മതചിന്തയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് അതൊരു വലിയ വെല്ലുവിളിയായിട്ട് തോന്നും. അവർ പിന്നെ ഇപ്പോൾ ഈ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഇന്ത്യ ഒന്ന് പണിമുടക്കിയാൽ നാളെ മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന് ഇന്ത്യ പോലൊരു രാജ്യം തീരുമാനിച്ചാൽ അത് വലിയ കനത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് അമേരിക്ക അങ്ങനത്തെ ഈ കച്ചവടം കളഞ്ഞുള്ള ഉപരോധങ്ങൾക്കോ പിന്നെ ഈ പറയുന്ന ആക്രമണങ്ങൾക്കോ ഒന്നും നമ്മുടെ തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവരുടെ മാർക്കറ്റ് യഥേഷ്ടം ഓപ്പൺ അപ്പ് ആണ്. ഇൻഡയറക്ട്ലി മറ്റു പല രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ശക്തമായ സോഫ്റ്റ് പവർ. അതെ, നമ്മൾ അതൊക്കെ ഈ 2014 ശേഷം വളരെ തന്ത്രപരമായിട്ട് നമ്മുടെ രാജ്യം നടപ്പാക്കി കഴിഞ്ഞു. അതിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിന്റെ ടീമിനോടും നമ്മുടെ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. അവർ വളരെ വളരെ സമർത്ഥമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൽ ചില വീഴ്ചകളോ പാകപ്പിഴകളോ ഒക്കെ ഉണ്ടാകാം. ചില സ്ഥലത്ത് നമ്മൾ വിചാരിച്ചതുപോലെ വിജയിച്ചെന്ന് വരില്ല. പക്ഷേ അതിനുള്ള തീവ്രമായ ശ്രമം നടത്തുകയും വലിയ രീതിയിൽ നമ്മൾ അതിൽ മുന്നോട്ട് പോവുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഒരു ഉണരുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് കുതിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു GDP ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഞാൻ അതിൻ്റെ സാമ്പത്തിക വിശകലനത്തിലേക്ക് പോകുന്നില്ല. പകരം അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ അമേരിക്കൻ സെനറ്റ് അംഗങ്ങൾ, ഈ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ ഒക്കെ ഇന്ത്യയോട് വിലപേശാൻ ഈ വിഷയത്തിൽ വരേണ്ടത്. FCRA അമെൻമെൻറ്റ് ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ഇന്ത്യക്ക് അത് വിജയിപ്പിക്കാൻ, ആ ബില്ല് പാസ്സാക്കാനും ആ ബില്ല് നടപ്പാക്കാനും കഴിയും. ഇനി ഒരു തരത്തിലും അത്തരം കാര്യങ്ങൾക്ക് ആരുടെയും ഏത് വിദേശ രാഷ്ട്രത്തിൻ്റെയും കണ്ണുരുട്ടലിന് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ല, വഴങ്ങില്ല, ഭയപ്പെടില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇനി അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് അമേരിക്കയല്ല, ലോകത്തേത് വൻ ശക്തിയാണെങ്കിലും ശരി, ഈ കാര്യത്തിൽ ഭാരതത്തിൻ്റെ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ശക്തി, ആ കരുത്ത് അത് കാട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല.